നമസ്കാരം. വൈദ്യുതി ചെലവ് കുറയ്ക്കാൻ വീട്ടിൽ സോളാർ പാനൽ സ്ഥാപിച്ചവരെ വെട്ടിലാക്കുന്ന KSEBയുടെ രീതികൾക്കെതിരെ മുൻ DGP ആർ ശ്രീലേഖ പ്രതികരിക്കുന്നു. ബാറ്ററി ആവശ്യമില്ലാത്തതിനാൽ ചെലവ് കുറയുമെന്ന മെച്ചം കണ്ടിട്ടാണ് കൂടുതൽ പേരും ഓൺ ഗ്രിഡ് സോളാർ സിസ്റ്റം തിരഞ്ഞെടുക്കുന്നത്. എന്നാൽ വീട്ടിൽ സോളാർ വയ്ക്കുമ്പോൾ ഓൺ ഗ്രിഡ് ആക്കല്ലേ, KSEB കട്ടോണ്ടു പോകും എന്ന് ശ്രീലേഖ ഫേസ്ബുക്കിൽ കുറിച്ചു. കറണ്ട് ബില്ല് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കാണിച്ചാണ് ശ്രീലേഖയുടെ പോസ്റ്റ്. വീട്ടിൽ സോളാർ ഓൺ ഗ്രിഡാക്കി ഉപയോഗിക്കുകയാണെന്നും എന്നാൽ ബില്ല് വന്നപ്പോൾ സോളാർ വയ്ക്കുന്നതിന് മുൻപത്തേക്കാൾ കൂടുതലാണെന്നും ശ്രീലേഖ പറയുന്നു. ശ്രീലേഖയുടെ ഫേസ്ബുക്ക് പോസ്റ്റിൻ്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ്: വീട്ടിൽ സോളാർ വയ്ക്കുമ്പോൾ ഓൺ ഗ്രിഡ് ആക്കല്ലേ, KSEB കട്ടോണ്ടു പോകും. 2 വർഷം മുൻപ് കണ്ണ് തള്ളിയപ്പോഴുള്ള കറണ്ട് ബില്ല് കണ്ടിട്ടാണ് സോളാർ വയ്ക്കാമെന്ന് തീരുമാനിച്ചത്. വിദഗ്ധ ഉപദേശപ്രകാരം ഓൺ ഗ്രിഡായി ചെയ്തു. പിന്നീട് ബില്ല് മാസം തോറുമായെങ്കിലും പഴയ 20,000-ന് പകരം 700-800 ആയപ്പോൾ സന്തോഷമായി. കഴിഞ്ഞ 5-6 മാസമായി പതിയെ അത് കൂടി കഴിഞ്ഞ മാസത്തെ ബില്ല് 10,030. അതായത് സോളാർ വയ്ക്കുന്നതിന് മുൻപത്തേക്കാൾ കൂടുതൽ. വൈദ്യുതി ഉപയോഗം ഒട്ടും കൂടിയിട്ടുമില്ല. അവരുടെ ബില്ല് കണ്ടാൽ ഒന്നും മനസ്സിലാവില്ല. എന്തൊക്കെയോ മെഷീൻ വെച്ച് എന്തൊക്കെയോ കണക്കുകൾ. മുൻപൊരു പരാതി നൽകിയിരുന്നു. അപ്പോൾ കുറേ ടെക്നിക്കൽ പദങ്ങൾ കൊണ്ടൊരു മറുപടിയല്ലാതെ ഒന്നും സംഭവിച്ചില്ല. പിന്നെ സ്വയം ചിന്തിച്ച് മനസ്സിലാക്കി. മറ്റ് സംസ്ഥാനങ്ങളെക്കാൾ ഇരട്ടി യൂണിറ്റിന് ചാർജ് ചെയ്യുന്ന KSEB മീറ്ററിൽ സമയമനുസരിച്ച് എന്തൊക്കെയോ സെറ്റ് ചെയ്തിട്ടുണ്ട്. കാലത്തെ വൈദ്യുതിക്ക് ഒരു തുക, ഉച്ചയ്ക്കുള്ള ഉപയോഗത്തിന് വേറൊരു തുക, രാത്രി ഉപയോഗിക്കുന്നതിന് വേറൊരു തുക. എന്നാൽ നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന സോളാറിന് അവർ തരുന്ന വിലയുടെ പകുതിയിൽ താഴെ മാത്രം. എൻ്റെ 5 കിലോവാട്ട് സോളാർ മാസം 500 മുതൽ 600 യൂണിറ്റ് വരെ KSEBക്ക് കൊടുക്കുന്നു. എന്നാൽ അത് 200-300 യൂണിറ്റായി മാത്രമേ അവർ കണക്കാക്കൂ. അവർക്കതിൻ്റെ വില അത്രയല്ലേ ഉള്ളൂ. അനധികൃത പവർ കട്ട് സമയത്തും ലൈൻ പണി എന്ന് പറഞ്ഞ് ദിവസം 3-4 മണിക്കൂർ കറണ്ടില്ലാത്ത സമയവും നമ്മൾ സോളാറിലൂടെ കറണ്ടുണ്ടാക്കി അവർക്ക് കൊടുത്തുകൊണ്ടിരിക്കും. നമുക്കൊരു ഗുണവുമില്ല താനും. അതുകൊണ്ട് സോളാർ വയ്ക്കുമ്പോൾ ബാറ്ററി വാങ്ങി ഓഫ് ഗ്രിഡ് വയ്ക്കുന്നതാണ് നല്ലത്. അതാവുമ്പോൾ നമ്മുടെ കറണ്ട് നമുക്ക് തന്നെ കിട്ടുമല്ലോ. ഇതിവിടെ എഴുതിയതുകൊണ്ട് പൊതുജനങ്ങൾക്കെങ്കിലും ഗുണമുണ്ടാവട്ടെ. കാട്ടുകള്ളന്മാരായ KSEB എന്തെങ്കിലും ചെയ്യുമെന്ന് യാതൊരു പ്രതീക്ഷയുമില്ല. കഴിഞ്ഞ മാസത്തെ ബില്ല് താഴെയുണ്ട്. ആർക്കെങ്കിലും എന്തെങ്കിലും മനസ്സിലായാൽ പറയണേ എന്നാണ് മുൻ DGP കൂടിയായ ശ്രീലേഖയുടെ ഫേസ്ബുക്ക് പോസ്റ്റ്. അതേസമയം പുരപ്പുറ സോളാർ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നവർക്ക് നിലവിലെ ബില്ലിംഗ് രീതി തുടരുമെന്ന് KSEB നേരത്തെ വ്യക്തമാക്കിയിരുന്നു. സോളാർ വൈദ്യുതി ഉൽപ്പാദകർക്ക് ലാഭകരമായ നെറ്റ് ബില്ലിംഗ് രീതി മാറ്റി വൈദ്യുതി ബോർഡിന് കൂടുതൽ പണം നൽകേണ്ടി വരുന്ന ഗ്രോസ് മീറ്ററിംഗ് നടപ്പാക്കും എന്ന ആശങ്കയാണ് ഉയർന്നത്. ഇതിനിടെയാണ് വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷന്റെ വിശദീകരണം വരുന്നത്. നിലവിലുള്ള ബില്ലിംഗ് രീതി തുടരുമെന്നാണ് അറിയിച്ചത്. അതിനിടെ നെറ്റ് ബില്ലിംഗ് രീതി മാറ്റാൻ സർക്കാർ തീരുമാനിച്ചിട്ടില്ല എന്ന് മന്ത്രി K കൃഷ്ണൻകുട്ടിയും അറിയിച്ചിരുന്നു. മറ്റു പല സംസ്ഥാനങ്ങളും ബില്ലിംഗ് രീതി മാറ്റിയെങ്കിലും സോളാർ വൈദ്യുതി ഉൽപ്പാദനത്തെ പ്രോത്സാഹിപ്പിക്കാനാണ് സർക്കാർ തീരുമാനം. എന്നാൽ ഇത് ബോർഡിന്റെ സാമ്പത്തിക സുസ്ഥിരതയെ ബാധിക്കും. ഇതും സംസ്ഥാനത്തിന്റെ സൗരോർജ്ജ വൈദ്യുതി ഉൽപ്പാദന നയവും സംബന്ധിച്ച വിശദമായ പരിശോധന നടത്തിയ ശേഷമേ ബില്ലിംഗ് രീതി മാറ്റുന്നതിൽ തീരുമാനമെടുക്കൂ എന്നുമായിരുന്നു മന്ത്രിയുടെ വിശദീകരണം. ഇതോടെ ഭാവിയിൽ ബില്ലിംഗ് രീതി മാറ്റാൻ സാധ്യത ഏറെയുണ്ട്. ഇതോടൊപ്പമാണ് ബില്ലിംഗ് രീതി മാറ്റാൻ KSEB അപേക്ഷ നൽകിയിട്ടില്ല എന്ന് കമ്മീഷൻ ചെയർമാനും വ്യക്തമാക്കിയത്. പുനരുപയോഗ സ്രോതസ്സുകളുടെ മീറ്ററിംഗ് സംബന്ധിച്ച് കരട് ചട്ടങ്ങളെപ്പറ്റിയുള്ള തെളിവെടുപ്പിലാണ് കമ്മീഷൻ ഇത് വ്യക്തമാക്കിയത്. സോളാർ വൈദ്യുതി ഉൽപ്പാദകരും കമ്പനി പ്രതിനിധികളുമായി ഒട്ടേറെ പേർ തെളിവെടുപ്പിന് എത്തിയിരുന്നു. ചെറിയ ഹാളിൽ ഇവരെ ഉൾക്കൊള്ളാനാവാതെ വന്നു. തെളിവെടുപ്പ് മാറ്റിവെക്കണമെന്ന് അവർ ആവശ്യപ്പെട്ടു. എന്നാൽ മാറ്റിവെക്കാനാവില്ലെന്നും വിശദമായ തെളിവെടുപ്പ് പിന്നീട് നടത്താമെന്നുമായിരുന്നു കമ്മീഷൻ പറഞ്ഞത്. ഇക്കാര്യത്തിൽ കമ്മീഷന്റെ ഉറപ്പ് വേണമെന്ന് തെളിവെടുപ്പിൽ പങ്കെടുത്തവർ ആവശ്യപ്പെട്ടിരുന്നു. ബോർഡ് ഈ ആവശ്യം ഉന്നയിച്ചാൽ എല്ലാവരുടെയും അഭിപ്രായം കേട്ട ശേഷം മാത്രമേ തീരുമാനമെടുക്കൂ എന്നായിരുന്നു കമ്മീഷൻ പറഞ്ഞത്. തെളിവെടുപ്പിൽ പങ്കെടുത്തവരൊക്കെ ബില്ലിംഗ് രീതി മാറ്റരുത് എന്നാവശ്യപ്പെട്ടു. ഇപ്പോഴത്തെ ഭേദഗതിയിൽ ബില്ലിംഗ് രീതി സംബന്ധിച്ച നിർവചനം ഉൾപ്പെടുത്തുക മാത്രമാണ് ചെയ്തത് എന്നാണ് കമ്മീഷൻ പറയുന്നത്. ഇത് കേന്ദ്ര സർക്കാരിന്റെ ഉത്തരവിനെ പിന്തുടർന്നാണ്. അല്ലാതെ ഈ മാറ്റം നടപ്പിലാക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്നും വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ വിശദീകരിച്ചിരുന്നു.